അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്ലസ് ടു വിദ്യാർത്ഥികളെ, മദ്രസയിൽ പ്ലസ് ടു പരീക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി, ഇവിടെ പഴയ ഒരു ക്വസ്റ്റ്യൻ 2025 ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പർ ചർച്ച ചെയ്യുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇതിൽ ഒരു 3-4 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എല്ലാ വിഷയങ്ങളിലും ചർച്ച വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മയ്യിസ് സഹീഹ ബിൽ അലാമത്തി ശരി ടിക്ക്, ശരിയായതിന് നേരെ ടിക്ക് ചെയ്യുക. അൽ ഹംസത്തു ബ്രാക്കറ്റിൽ സലാസത്തു അൻവാ ഇൻ നൗആനി ഹംസത്തു അൻവാ ഇൻ. അൽ ഹംസത്തു, ഹംസ എത്ര വിധമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ അതിന് ഉത്തരം നമുക്ക് ചോദ്യം വരിക. നൗആനി, ഹംസ 2 വിധമാണ്. ഖതഇൻ്റെ ഹംസ, വസ്ലിൻ്റെ ഹംസ. അപ്പോൾ നൗആനി, അൽ ഹംസത്തു നൗആനി, ഹംസ 2 വിധമാണ്. അഖല്ലു അഹറുഫുൽ ഇസ്മി, ഇസ്മിൻ്റെ അക്ഷരങ്ങളിൽ ഏറ്റവും കുറഞ്ഞത്, ഒരു പേരിൽ ഏറ്റവും കുറഞ്ഞ അക്ഷരം സലാസത്തുൻ 3 ഇസ്നാനി 2, ഹംസത്തുൻ 5. 3 ഒരു പേരിൽ ഏറ്റവും ചുരുങ്ങിയത്. ഒരു പേരിൻ്റെ അക്ഷരങ്ങൾ ഏറ്റവും, ഒരു ഇസ്മിൻ്റെ അക്ഷരങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 3. അൽ മൻസൂബ് ഇല നാസിറത്തിൻ, നാസിറത്തിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടാൽ എങ്ങനെയാണ് വായിക്കാൻ? നാസിറത്തുൻ എന്നതിൽ നിസ്ബ ചെയ്യപ്പെട്ടാൽ അതിലേക്ക് നിസ്ബ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാൻ? നാസിറത്തിയുൻ, നാസിറവിയുൻ, നാസിരിയുൻ. നാസിരിയുൻ എന്നാണ് വായിക്കുക, എന്നാണ് നിസ്ബ ചെയ്താൽ ഉണ്ടാകുക. നാസിറത്തിയുൻ എന്നതിനെ നിസ്ബ ചെയ്താൽ നാസിരിയുൻ എന്നാണ് ഉണ്ടാകുക. ഇനി അടുത്ത ചോദ്യം, അബ്വാബ് ജംഉൽ കില്ല. നമ്മൾ ജമ്മുകൾ പലതും പഠിച്ചിട്ട്, ജമ്മുൽ കസ്റ, ജമ്മുൽ കില്ല അല്ലേ? ജമ്മുൽ കില്ലയുടെ ബാബുകൾ എത്രമാണ്? 5, 4, 3, 4 ബാബുകൾ. അർബഅത്തുൻ, 4 ബാബുകളാണ് ജമ്മുൽ കില്ലക്കുള്ളത്. ജമ്മുൽ കില്ലക്ക് 4 ബാബുകൾ. ഇനി മിനൽ അദദി, അദദിൽപ്പെട്ടതാണ്, എണ്ണൽ സംഖ്യയിൽപ്പെട്ടതാണ്. തിസ്അത്ത്, നിസ്വത്ത്, ദജാജത്ത്. എണ്ണൽ സംഖ്യയിലേതാണ്? 9. മറ്റേ നിസ്വ സ്ത്രീ, ദജാജത്ത് കോഴി. അന്ന് എണ്ണൽ സംഖ്യയല്ല. മിനൽ അദദി, എണ്ണൽ സംഖ്യയിൽപ്പെട്ടത് തിസ്അത്തുൻ. പിന്നെ വാഹിദ്, ഇസ്ലാം, തലാത്തൊക്കെ പറയാലോ. ഇവിടെ ഉള്ളത് തിസ്അത്തുൻ. സയ്യിദുൻ അഅ്തൈതുഹു റുമ്മാനത്തൻ, സയ്യിദാകുന്നത് അഅ്തൈതുഹു അവനിക്ക് ഞാൻ കൊടുത്തു, റുമ്മാനത്തൻ റുമ്മാനെ. ഇത് എന്തിൽപ്പെട്ടതാണെന്നാ? തനാസു ബാബിൽപ്പെട്ടതാണ്. തനാസു ആവുമ്പോൾ ആദ്യം 2 ആമിൽ വേണം. ഇവിടെ 2 ആമിലില്ല. പിന്നെ ഇസ്തിഗാൽ ബാബിൽപ്പെട്ടതാണെന്ന് പറയുന്നു. തസ്ഗീറാണെന്ന് പറയുന്നത്. ഇസ്തിഗാൽ ബാബിൽപ്പെട്ടതാണ്. സയ്യിദുൻ എന്ന ഇസ്മ ആദ്യം വരുന്നു, എന്നിട്ട് അതിലേക്ക് മടങ്ങുന്ന ദമീറുള്ള ആമിൽ ശേഷം വന്നു അഅ്തൈതുഹു. അപ്പോൾ ഇത് ഇസ്തിഗാൽ ബാബിൽപ്പെട്ടതാണ്. ഇനി സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് കൊടുക്കുക. ബ്രാക്കറ്റിൽ അൽ അദിൽ, വൈറു മുൻസരിഫ്, വസ്ന് കില്ല, അൽ മുസഗർ, സലാസത്ത് ഖുറൂ, യാസുബു ഏതൊക്കെയുള്ളത്. ഇവിടെ അഫ്ഇലത്തുൻ എന്നതിൽ ഇത് പെടുന്നത് വസ്നിൽ കില്ല, കില്ലത്തിൻ്റെ വസ്നിൽപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ തൊട്ട് മുകളിൽ പറഞ്ഞു, അബ്വാബ് ജമ്മിൽ കില്ലത്തിന് 4 ബാബുകളുണ്ട്. അതിലൊരു ബാബാണ് ഇത് അഫ്ഇലത്ത്. അപ്പോൾ അഫ്ഇലത്ത് വസ്ന് കില്ല, കില്ലത്തിൻ്റെ വസ്നിൽപ്പെട്ടതാണ്. ഉസ്മാനി എന്നത് വൈറു മുൻസരിഫാണ്. ഉസ്മാൻ എന്നത് വൈറു മുൻസരിഫ്. സുമൈറത്തുൻ അത് അൽ മുസഗറു, തസ്ഗീർ ചെയ്യപ്പെട്ടതാണ്. സുമൈറത്തുൻ. തഹവീൽ ഇസ്മിൻ മിൻ ഹാലത്തിൻ ഇലാ ഉഖറ, ഒരു ഇസ്മിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് തെറ്റിക്കുന്നതിന് എന്താണ് പറയുക? അൽ അതിൽ, തെറ്റിക്കുക. അതിൽ എന്നാണ് പറയുക. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേര് അതിൽ, തെറ്റിക്കുക. അൽ അദദുൽ മുദാഫിലൽ മഅദൂദി, മഅദൂദിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട അദദ് സലാസത്തു ഖുറൂ, അതാണ് ഉദാഹരണം. ബ്രാക്കറ്റിന് എടുക്കാനുള്ളത് സലാസത്തു ഖുറൂ. അദദിനെ മഅദൂദിലേക്ക് ഇളാഫത്ത് ചെയ്തു, എണ്ണൽ സംഖ്യയെ എണ്ണപ്പെടുന്നതിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ട് പറഞ്ഞു സലാസത്തു ഖുറൂ. പിന്നെ മിസാലു ലി തർഹീമി, തർഹീമിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം. തർഹീം എന്ന് പറഞ്ഞാൽ ലഘൂകതയ്ക്ക് വേണ്ടി ഒരു ഇസ്മിൻ്റെ, ഒരു പേരിൻ്റെ അവസാനം കളയുക. അതിൽപ്പെട്ട ഒരു മുനാദയുടെ അവസാനം കളയും. യാസുബു, തുബത്ത് യാസുബു. ഇനി
അതാണ് അവിടെ ഉത്തരം ആയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളത്. യാസുബു റത്തിബൽ കലിമാത്തി, ഇവിടെ വാചകം സെൻറ്റൻസ് തെറ്റിച്ച് കൊടുത്തിരിക്കുന്നു. നഫ്സുൻ ഫലാ തഅലമു ലഹും മാ ഉഖ്ഫിയ അയ്യുനും മിൻ ഖുറത്തിൻ, അത് ശരിയാക്കി എഴുതുക എങ്ങനെയാണ്? ഫലാ തഅലമു നഫ്സുൻ, ഒരു ശരീരവും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്യുനിൻ, കൺകുളിർമയാൽ അവയ്ക്ക് വേണ്ടി അവിടെ രഹസ്യമാക്കി വെച്ചത്. അപ്പോൾ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്യുനിൻ, ഇതാണ് അത് ശരിയായിട്ട് എഴുതുക. ഇനി വീണ്ടും തെറ്റിച്ച് കൊടുത്തു നോക്കൂ. സാദു വകുല്ലു യാ ഉൻ കസ്റുഹു കയൽ കുർസിയി ലിന്നസബി വജബ മാ തലീഹി, ഇത് അതിലുള്ളൊരു പദ്യമാണ്. ലിസാൽ ഖുർആൻ ഒരു പദ്യം. യാ അൻ കയൽ കുർസിയി സാദു ലിന്നസബ് വകുല്ലു മാ തലീഹി കസ്റുഹു വജബ്. അപ്പോൾ പദ്യങ്ങളൊക്കെ ഒന്ന് മനപ്പാടാക്കി വെക്കുക. ഇനി അടുത്തത് കമ്മിൽ, പൂരിപ്പിക്കുക. ജിഫിദ്ദുക്കൂരി, ജിഫിദ്ദുക്കൂരി, ദുക്കൂറിൽ മുദക്കറിൽ നീ കൊണ്ടുവന്നോ ഡാഷ്, മിൻ സലാസത്തിൻ ഇല, 3 മുതൽ ഡാഷ്. അപ്പോൾ അവിടെ പൂരിപ്പിക്കുക. അഷറത്തി ബിത്ത അമ്മാലിദ്ദു ലാ കഴിഞ്ഞ്. അപ്പോൾ ജിഫിദ്ദുക്കൂരി ഡാഷ്, അവിടെ എന്താ പൂരിപ്പിക്കുക? മിൻ സലാസത്തിൻ 3 മുതൽ, 3-ൽ നിന്ന് ഇല അഷറ 10 വരെ. ബിത്ത താ കൊണ്ട് അമ്മാലിദ്ദു, അതിൻ്റെ എതിര് പിന്നെ അവിടെ പൂരിപ്പിക്കാനില്ല. പിന്നെ ഫസാബി കൻസിബുഹു, മുൻകടന്നതിന് നീ നസ്ബ് ചെയ്തോ ഡാഷ്, എന്നിട്ട് ലാസ്റ്റുണ്ട് ലിമാ കത് ഉദ്ഹിറ. അപ്പോൾ ഫസാബി കൻസിബ് ബിഫെയിലിൻ ഉദ്മിറ ഹത്മൻ മുവാഫിക്കിൻ ലിമാ കത് ഉദ്ഹിറ. പദ്യങ്ങളൊക്കെ മനപ്പാടാക്കി വെച്ചേക്കുക. എന്നാൽ വളരെ എളുപ്പമായിരിക്കും പരീക്ഷ. അത്ര എളുപ്പം പിന്നെ വേറൊന്നും ഉണ്ടാവില്ല. പിന്നെ അരിബ് അറബിയിലേക്ക് മാറ്റുക. നീ പള്ളിയിൽ കടക്കാൻ ഉദ്ദേശിച്ചാൽ നീ വെള്ളുള്ളി തിന്നരുത്, വെളുത്തുള്ളി തിന്നരുത്. അപ്പം നീ ഉദ്ദേശിച്ചാൽ, അതാണ് ആദ്യം കിട്ടേണ്ടത്. ഇതാ അറത്ത, നീ ഉദ്ദേശിച്ചാൽ. പ്രവേശിക്കാൻ ദുഖൂൽ, എവിടെ? മസ്ജിദിൻ, പള്ളിയിൽ അല്ലേ? പള്ളി എന്നുള്ളതിന് മസ്ജിദ്, ദുഖൂല മസ്ജിദ്, പള്ളിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ. നീ തിന്നരുത് ഫലാത്ത് കുൽ, വെളുത്തുള്ളി, അസൂമ. അപ്പോൾ കൂട്ടി പറഞ്ഞാൽ ഇതാ അറത്ത ദുഖൂല മസ്ജിദ് ഫലാത്ത് കുൽസൂമ. ഇനി സുബൈറിൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നു, അവരെ അവൻ സൽക്കരിച്ചു. അപ്പോൾ ആദ്യം കിട്ടേണ്ടത് സുബൈറിൻ്റെ വീട്ടിലേക്ക് വന്നു, വന്നു എന്നാണ് ആദ്യം കിട്ടേണ്ടത്. അപ്പോൾ ജാ, ആദ്യം ഫീൽ പറയണം. ജാ വന്നു, എവിടേക്ക്? സുബൈറിൻ്റെ വീട്ടിലേക്ക്. ഇലാ ബൈത്തി സുബൈരിൻ, സുബൈറിൻ്റെ വീട്ടിലേക്ക് വന്നു. ആര്? ലുയൂഫുൻ, അതിഥികൾ, ലുയൂഫുൻ. അപ്പോൾ അവരെ അവൻ സൽക്കരിച്ചു. ഫ അലാഫഹും, അവരെ സൽക്കരിച്ചു. ഇനി നിസ്കാരത്തിന് ഇതൊക്കെ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള പദങ്ങളാണ്, സെൻറ്റൻസുകളാണ്. അപ്പോൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. പാഠത്തിൻ്റെ തുടക്കത്തിലും പിന്നെ പാഠത്തിൻ്റെ വിവരണം കഴിഞ്ഞ ഉടനെ നിങ്ങളൊന്ന് വായിക്കുക എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉദാഹരണം കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥവും പഠിച്ചേക്കുക. എന്നാൽ പരിഭാഷപ്പെടുത്താനും തിരിച്ചും മറിച്ചൊക്കെ പറ്റും. നിസ്കാരത്തിന് 14 ഫർളുകളും 5 ഷർത്തുകളുമുണ്ട്. അപ്പോൾ ആദ്യം പറയേണ്ടത് നിസ്കാരത്തിനുണ്ട് എന്ന് കിട്ടണം. ദിസ്വലാത്തി, നിസ്കാരത്തിനുണ്ട്. നിസ്കാരയുടെ 14 ഫർളുകൾ. 14 റുക്കിനൻ, 14 റുക്കിനൻ, 14 ഫർളുകൾ. 14 ഫർള് പറഞ്ഞാൽ റുക്കിനൻ. 5 ഷർത്തുകളും. വഹംസത്തു ഷുറൂത്തിൻ, 5 ഷർത്തുകളും. ഇനി തറജ്ജിം, പരിഭാഷപ്പെടുത്തുക. നേരത്തെ നമ്മളോട് പറഞ്ഞത് അറബി, മലയാളം കൊടുത്തിട്ട് അതിൻ്റെ അറബി ഏതാണ്. ഇനി അറബി കൊടുത്തിട്ട് മലയാളം പറയണം. അറബി മലയാളത്തിൽ പറയണം. വലിൽ മസ്ജിദി അബ്വാബുൻ അലൈഹ അഖ്ലാഖുൻ യുസല്ലി ഫീഹി റിജാലുൻ വസിബിയത്തുൻ. അപ്പോൾ എന്താണ്? വലിൽ മസ്ജിദി, അതാദ്യം പറയാം. പള്ളിക്കുണ്ട്, പള്ളിക്കുണ്ട് എന്ത്? അബ്വാബുൻ, വാതിലുകൾ. അലൈഹ, അതിനു മുകളിലുണ്ട്. അഖ്ലാഖുൻ, പൂട്ടുകൾ. യുസല്ലി ഫീഹി, ആ പള്ളിയിൽ നിസ്കരിക്കുന്നു. റിജാലുൻ, പുരുഷന്മാരും. വസിബിയത്തുൻ, കുട്ടികളും. അപ്പോൾ ഒന്നിച്ചെങ്ങനെ പറയും? പള്ളിക്ക് വാതിലുകളുണ്ട്, അവകളുടെ മേൽ പൂട്ടുകളുണ്ട്, ആ പള്ളിയിൽ ആണുങ്ങളും കുട്ടികളും നിസ്കരിക്കുന്നു. ഇനി അഅദ്ദല്ലാഹു ഫിൽ ജന്നത്തി മാല ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമീഅത്ത് വലാ ഖതറ അലാ കൽബി ബഷരിൻ.
അപ്പോൾ എന്താണ് അഅദ്ദല്ലാഹു ഫിൽ ജന്നത്തി, അഅദ്ദ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി, ആര്? അള്ളാഹു തയ്യാറാക്കി, ഫിൽ ജന്നത്തി സ്വർഗത്തിൽ, മാല ഐനുൻ റഅത്ത് കണ്ണുകൾ കാണാത്തത്, വലാ ഉദുനുൻ സമീയത്ത് ചെവികൾ കേൾക്കാത്തത്, വലാ ഖത്തർ അല കൽബി ബശരിൻ മനുഷ്യ ഹൃദയത്തിൽ എന്താണ് രൂപപ്പെടാത്തതും. അപ്പോൾ മൊത്തത്തിൽ എഴുതിയാൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ഇദ്ബിത്ത് ബിൽ അഷ്കാൽ, ഫതവും ഗസറും നമ്മൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫതവും ഗസറും കൊടുക്കാതെ വന്നത് ഇങ്ങനെയാണ്. ഫതവും ഗസറും കൊടുത്ത് വായിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും: അഹ്സിൻ ഇലാ ജാരിക തെക്കുൻ മുഅ്മിനൻ, അയൽവാസിക്ക് നീ നന്മ ചെയ്യുക എന്നാൽ നീ വിശ്വാസിയാവും. അതിൻ്റെ ഇദ്ബിത്ത് ബിൽ അഷ്കാൽ എന്ന് പറഞ്ഞാൽ ഫതവും ഗസറും കൊടുക്കുക, ഹർക്കത്തുകൾ കൊടുക്കുക, ഇറാബ് കൊടുക്കുക. അഹദാശറ റജുലൻ വ ഇഹ്ദാശറത്ത നിസ്വത്തൻ, അഹദാശറ റജുലൻ 11 പുരുഷന്മാർ, വഹിദാശറത്ത നിസ്വത്തൻ 11 സ്ത്രീകളും. അപ്പോൾ അഹദ അശറ റജുലൻ വ ഇഹ്ദാശറ അശറത്ത നിസ്വത്തൻ. ഇനി ഫതകൂലു ഫി സുബത്തിൻ വഹിയൽ ജമാഅത്തു യാ സുബ. അപ്പോൾ ഫതകൂലു അവിടെ ഹർക്കത്തുകൾ കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുത്തു വായിക്കണം. ഫതകൂലു ഫി സുബത്തിൻ വഹിയൽ ജമാഅത്തു യാ സുബ. അജിബ് ഉത്തരം പറയണം. അൻ നിസ്ബ മാഹിയ, എന്താണ് നിസ്ബ? ഈ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇൽഹാഖു ആഖിറിൽ ഇസ്മി യാ ഉൻ മുഷദ്ദദത്തുൻ ലിദ്ദലാലത്തി അലാ നിസ്ബ. ഒരു ബന്ധത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി സദ്ദുള്ള യാഇനെ ഇസ്മിൻ്റെ അവസാനത്തിൽ ചേർക്കുക. ഒരു ബന്ധത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി, അഥവാ നിസ്ബയുടെ മേൽ അറിയിക്കാൻ വേണ്ടി ഷദ്ദുള്ള യാഇനെ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ ചേർത്തി കൊടുക്കുക. അതിനാണ് നിസ്ബ. എന്താണ്? നിസ്ബയുടെ മേൽ അറിയിക്കാൻ വേണ്ടി ഒരു ഷദ്ദുള്ള യാഇനെ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ ചേർത്തി കൊടുക്കുക. അടുത്തത് അലാ നിസ്ബത്തി ഷൈഇൻ ഇലൈഹി, അല്ലേ? എന്താണ്? ഈ ഇൽഹാഖു ആഖിറിൽ ഇസ്മി, നിസ്ബ എന്ന് പറഞ്ഞാൽ ഇൽഹാഖു ആഖിറിൽ ഇസ്മി യാ അൻ മുഷദ്ദദൻ, ഷദ്ദുള്ള യാഇനെ ഇസ്മിൻ്റെ അവസാനത്തിൽ ചേർക്കുക. ലിദ്ദലാലത്തി അലാ നിസ്ബത്തി ഷൈഇൻ ഇലൈഹി, അതിലേക്കൊരു വസ്തുവിനെ ചേർത്തിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി, അതിലേക്കൊരു വസ്തുവിനെ ചേർത്തിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഷദ്ദുള്ള യാഇനെ ഇസ്മിൻ്റെ അവസാനത്തിൽ ചേർത്തി കൊടുക്കുക. ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ ഷദ്ദുള്ള യാഇനെ ചേർത്തി കൊടുക്കുന്നത് അതിലേക്കൊരു വസ്തുവിനെ ചേർത്തിട്ടുണ്ട് എന്നറിയിക്കാനാണ്. ഇതിനാണ് നിസ്ബ. ഇനി മത്താ യജിബു റഫു ഫിൽ ഇസ്തിഗാൽ, ഇസ്തിഗാൽ ബാബിൽ റഫ് നിർബന്ധമാകുന്നത് എപ്പോഴാണെന്ന്. ഇസ്തിഗാൽ ബാബിൽ റഫ് ഇദാ തഖദ്ദമ അലൽ ഇസ്മി അദാത്തുൻ ഖാസത്തുൻ ബിൽ ഇബ്തിദായി, ഇബ്തിദാ കൊണ്ട് പ്രത്യേകമായ ഒരക്ഷരം ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ, ഇബ്തിദ കൊണ്ട് പ്രത്യേകമാകുന്ന ഏതെങ്കിലും ഒരു അറഫ് ഇസ്മിൻ്റെ മുന്നിൽ വന്നാൽ, കൈഫ തർഹീം, എങ്ങനെയാണ് തർഹീം ചെയ്യുക? അദ്ഫു ആഖിറിൽ ഇസ്മി തഖ്ഫീഫൻ, ലഘൂകതയ്ക്ക് വേണ്ടി ഒരു ഇസ്മിൻ്റെ അവസാനത്തെ കളയുക, അങ്ങനെയാണ് തഖ്ഫീഫ് ചെയ്യുക. ഉക്തബ് അർബഅത്തൻ മിൻ ഇലൽ വൈറുൽ മുൻസരിഫ്, വൈറുൽ മുൻസരിഫിൻ്റെ കാരണങ്ങളിൽ നിന്ന് 4 പറയുക. 1 വൈറു മുൻസരിഫിന് 8-10 കാരണങ്ങളുണ്ട്. 1 വസ്ന് ഫീല്, 2 തർക്കീബ്, 3 ഉജ്മ, തൈരീഫ് ഉണ്ട്, അദില്, അൽ വസ്ഫ്, പിന്നെ ജമ്മു തൈനീസ് ഉണ്ട്, സിയാദത്തുൽ അലിഫി വന്നൂന്. ഈ കാരണങ്ങളിൽ ഏതെങ്കിലും 4 എഴുതി കൊടുക്കുക. ഒക്തുബിൽ മാന അർത്ഥ എഴുത, ഖിത്തുറുൻ ഉരുകിയ ചെമ്പ്, അഴമിദത്തുൻ തൂണുകൾ. അപ്പോൾ ഇതാണ് പൊതുപരീക്ഷൻ്റെ നമ്മളെ പൊതുപരീക്ഷയ്ക്കുള്ള +2 കഴിഞ്ഞ 2025 ചോദ്യപേപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കുക, വിജയിക്കുക.